ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പരിസരം ണ്ട് ആ പരിസരമൊക്കെ നിരീക്ഷിച്ച് പതിയെ പിന്നീട് പുറത്തേക്ക് വരികയാണ്. പുറത്ത് വന്നിട്ടാണ് ആ ഒരു ഉദ്യാനത്തിന്റെ ഭാഗം നമ്മൾ കാണുന്നത്. ആ ഉദ്യാനത്തിന്റെ ഭാഗത്ത് കൂടി ഒരു നിരീക്ഷണം കൂടി പരമാവധി അങ്ങനെ ഗോവിന്ദചാമി ഉടനെ ഒരു ആവേശം കാണിച്ചില്ല. ഉടനെ എന്തായാലും താൻ പുറത്തിറങ്ങി, ജയിലിന്റെ പുറത്തിറങ്ങി ഇനി വേഗം തന്റെ അതീവ സുരക്ഷാ ജയിലിന്റെ പുറത്തേക്കുള്ള മതിൽ വേഗം ചാടാം എന്നല്ല ഗോവിന്ദചാമി ആദ്യം ചെയ്തത്. പതിയെ പരിസരം നിരീക്ഷിക്കുന്നു. അതിന് ശേഷം കൃത്യമായി ആരും കാണുന്നില്ല എന്നുള്ള ഉറപ്പുവരുത്തുന്നു. അത് കഴിഞ്ഞ് അവിടെ അതീവ സുരക്ഷാ ജയിലിന്റെ മതിൽ ചാടുന്നു. അത് കഴിഞ്ഞാണ് സെൻട്രൽ ജയിലിന്റെ മതിൽ CCTV ഇല്ലാത്ത ഭാഗമായി തുണികൾ കൂട്ടിക്കെട്ടിക്കൊണ്ട് ഈ തടവ് പുള്ളികളുടെ ഈ വസ്ത്രങ്ങളും മറ്റ് തടവ് പുള്ളികൾക്ക് ഉപയോഗിക്കേണ്ടുന്ന തുണികളൊക്കെ കൂട്ടിക്കെട്ടിയാണ് ഒരു കയർ പോലൊരു വസ്തു ഉണ്ടാക്കിക്കൊണ്ട് അതിൽ ചാടിപ്പിടിച്ചുകൊണ്ടാണ് ഗോവിന്ദചാമി അതിസാഹസികമായി ജയിലിൽ ചാടുന്നത്. ഇന്ന് കണ്ട ഒരു ട്രോൾ പങ്കുവയ്ക്കുകയാണ്. ഗോവിന്ദചാമി ഇങ്ങനെ ചാടുന്ന ഗോവിന്ദചാമിയെ ഇന്ത്യ പാരാലിമ്പിക്സിൽ അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കൗതുകകരമായ ട്രോളുണ്ട്. അത്രയും ഒരു ഗൗരവകരമായ രീതിയിൽ അതിസാഹസികമായി തന്നെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത്. അത് ആ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ ഗൗരവവും ഒപ്പം തന്നെ വ്യക്തമാക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസ് പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുന്നത് എന്നുള്ളതാണ്. വളരെ നിർണായകമായ ദൃശ്യങ്ങൾ. ഈ ഒരു ജയിൽ വകുപ്പിന്റെ ആ സമയത്തുണ്ടായിരുന്ന ജയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച വീഴ്ചകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. ഇനി ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് തുടർന്ന് നടക്കുന്ന അന്വേഷണത്തിന് ഏറെ സഹായിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. ഇതിന് പുറമെയുള്ള ദൃശ്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് ജയിൽ വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനിയും വരുന്ന ദിവസങ്ങളിലും ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഏത് വിധേനയാണ് ഇതിൽ തടവ് പുള്ളികളുടെ സഹായം ലഭിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞ ഈ കഞ്ചാവും മറ്റും നൽകിയ തടവ് പുള്ളി മാത്രമല്ല, കൂടെയുണ്ടായിരുന്ന തടവുകാരൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന തമിഴ്നാട് സ്വദേശിയുടെ അടക്കം സഹായം ഗോവിന്ദചാമിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം രണ്ടുപേരും ഒരുമിച്ച് തടവ് ചാടാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിൽ രണ്ടാമത്തെ തടവുകാരൻ കൃത്യമായി ഉറങ്ങിക്കിടക്കുമ്പോൾ ഗോവിന്ദചാമി അയാളെയും പോലും അറിയിക്കാതെ തടവ് ചാടുകയും പിന്നീട് പള്ളിക്കുന്നിലെ സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ വലിയ മതിൽ കൂടി എടുത്തു ചാടിയതിനു ശേഷം ആണ് ഈ പള്ളിക്കുളം ഭാഗത്തേക്ക് പോയി അവിടെ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കി. പിന്നീട് താൻ ധരിച്ചിരുന്ന കറുത്ത വസ്ത്രം മാറ്റി അതിന് പകരം വെള്ള ഒപ്പം തന്നെ കള്ളികളുള്ള ആ വസ്ത്രം ധരിച്ച് പതിയെ താൻ ധരിച്ച വസ്ത്രം അത് തലയെക്കെട്ടാക്കി, തലയിലൊരു ഭാണ്ഡക്കെട്ട് പോലെയാക്കി. അങ്ങനെ തന്നെ ഈ കൈയുടെ സ്വാധീനക്കുറവ് മറച്ചു വെച്ചുകൊണ്ട് പതിയെ നഗരത്തിലൂടെ ആർക്കും സംശയമില്ലാത്ത രീതിയിൽ, ഒരു കൂസലുമില്ല രീതിയിൽ കടന്നു പോകുന്നത് ഒരു കൊലപാതക കേസിലെ, ക്രൂരമായ ഒരു പെൺകുട്ടി, ഒരു യുവതി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട കേസിലെ ഏറ്റവും കൊടും കുറ്റവാളിയാണെന്ന് തോന്നൽ ഉളവാക്കാതെ ഗോവിന്ദചാമി പതിയെ നടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. പിന്നെയും ചോദ്യങ്ങൾ ബാക്കിയാണ്. അതായത് ഈ തടവ് ചാട്ടത്തിന് ഉദ്യോഗസ്ഥരുടെ സഹായമൊന്നും ലഭിച്ചില്ല എന്ന് പറയുമ്പോഴും ഗോവിന്ദചാമി ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് എങ്ങനെ താടിയും ഒക്കെ മുടിയുമൊക്കെ നീട്ടി എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഗോവിന്ദചാമിയുടെ ഈ ഒരു പ്രകൃതത്തിന് നേരെ, അതായത് ഈ ജയിൽ ചട്ടങ്ങൾ ലംഘിക്കുന്ന പ്രകൃതത്തിന് നേരെ എന്തുകൊണ്ട് ജയിലധികൃതർ കണ്ണടച്ചു എന്ന ചോദ്യം വരുന്നുണ്ട്. ജയിലധികൃതർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നത് അവിടെയാണ്. അത്തരം സാഹചര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നതാണ് ഗോവിന്ദചാമിയുടെ ഈ ഒരു ജയിൽ ചാട്ടം. MS, ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട ഈ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് എങ്ങനെയാണ്? അതായത് ജയിൽ ചട്ടമനുസരിച്ച് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതേക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുക, അന്വേഷണ സമിതിക്ക് മുമ്പാകെ അത് നൽകുക, അവർ അത് വെച്ച് പരിശോധിക്കുകയും മറ്റ് അനുബന്ധ അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തു വരാൻ പാടുള്ളൂ. അപ്പോൾ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നതിൻ്റെ പിന്നിൽ ഈ ജയിൽ ചാട്ടം ഒരു വ്യാജ പരിപാടിയായിരുന്നുവെന്നും VS അച്യുതാനന്ദൻ്റെ ജനപ്രീതിയും അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അവസ്ഥയെ മറികടന്ന് മറ്റൊന്നിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ PV അൻവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അങ്ങനെയല്ല, അത് കൃത്യമായിട്ട് ഇയാൾ ജയിൽ ചാടിയത് തന്നെയാണ് എന്ന് വരുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ അത് പുറത്തു വിട്ടു അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ എത്തിച്ചു എന്നാണോ കരുതേണ്ടത്?
എന്തായാലും ഇത് ലഭ്യമായതിന്റെ സോഴ്സ് വെളിപ്പെടുത്തുന്നില്ല. കാരണം നമുക്ക് നാളെയും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇനിയും വരേണ്ടതാണ്. പക്ഷേ അപ്പോഴും ഇത് മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് എത്താനുണ്ടായിരുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ജയിൽ വകുപ്പിനെതിരെ ഉയരുന്ന പല ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ജയിൽ വകുപ്പിലെ അധികൃതർക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ഗൗരവകരമായ വീഴ്ച തന്നെയാണ്. അപ്പോഴും അനാവശ്യമായ ആരോപണങ്ങൾ ജയിൽ വകുപ്പ് അധികൃതർ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ അത്തരമൊരു സാഹചര്യം കൂടി ഒഴിവാക്കാനും ഇത് എങ്ങനെ സംഭവിച്ചു, ഇതിന്റെ വസ്തുത എന്താണ് എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇതിൽ ജയിൽ വകുപ്പ് അധികൃതരുടെ നേരിട്ടുള്ള സഹായം ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കേണ്ടത് ജയിൽ വകുപ്പിന്റെ ക്രെഡിബിലിറ്റിയുടെ, വിശ്വാസ്യതയുടെ കൂടി ഭാഗമാണ്. ആദ്യത്തെ ദിവസം ഈ വൈദ്യുതി ഫെൻസിംഗ് സംവിധാനം തകരാറായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്ന ഒരു വിമർശനം, ആരാണ് ആ വൈദ്യുതി ഫെൻസിങ്ങിന്റെ ആ വൈദ്യുതി കൃത്യസമയത്ത് ആരാണ് ഗോവിന്ദചാമിക്ക് ഓഫാക്കി കൊടുത്തത് എന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് പൊതുസമൂഹത്തിൽ നിന്ന് കേൾക്കേണ്ടി വന്നതാണ്. പക്ഷെ അതല്ല ഉണ്ടായിരുന്നത്. ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ തകരാറാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമാക്കുന്ന രീതിയിലാണ് സ്ഥാപിച്ചതിന്റെ 2 ദിവസം കഴിഞ്ഞ ഉടൻ തന്നെ ഇത് തകരാറിലായിരുന്നു. എന്നാൽ ഈ തകരാറിലായിരുന്ന വിവരം മേലുദ്യോഗസ്ഥരൊന്നും അറിയിച്ചിട്ടില്ല എന്നത് അടക്കമുള്ള ഗൗരവകരമായ വിഷയം ഉണ്ട്. അതുകൊണ്ട് തന്നെ ജയിൽ സൂപ്രണ്ടിനെതിരെ അടക്കം നടപടി സ്വീകരിക്കാനുള്ള ശുപാർശ ജയിൽ വകുപ്പ് മേധാവിക്ക് മുൻപാകെ പോകുന്ന ഒരു സാഹചര്യവും ആഭ്യന്തര വകുപ്പിന് മുൻപാകെ പോകുന്ന സാഹചര്യവുമുണ്ട്. അതായത് ഒരു വൈദ്യുതി ഫെൻസിംഗ് സംവിധാനം ഒരുക്കിയിട്ട് അത് കേവലം 2 ദിവസം മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ എത്രമാത്രം ഒരു ഗൗരവകരമല്ലാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തി അടക്കമാണ് നടന്നത് തുടങ്ങിയ സംവിധാനങ്ങളുടെ പരാജയം എത്രമാത്രം വലുതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അത്തരം ചർച്ചകളൊക്കെ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ജയിൽ വകുപ്പിനകത്തുള്ള ഉദ്യോഗസ്ഥർക്ക് അവരുടെ നിരപരാധിത്വം ഒന്ന് തെളിയിക്കണം എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ അതിന്റെ ഒരു പരിണിത ഫലമായിട്ട് കൂടിയാണ് ഇപ്പോൾ വസ്തുത എന്തായിരുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ കൂടിയും ഇതിൽ നിന്നൊന്നും കൈകഴുകാൻ ജയിൽ വകുപ്പ് അധികൃതർക്ക് സാധിക്കില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. മറ്റൊരു കാര്യം ഇതിന്റെ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. അന്ന് ഈ ഗോവിന്ദചാമി തടവ് ചാടിയതിന് പിന്നാലെ ഏറ്റവും കാര്യക്ഷമമായി ഇടപെട്ടത് കേരള പോലീസാണ്. പക്ഷേ ഈ ജയിൽ ചാട്ടത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്നതും കേരള പോലീസാണ്. അതായത് ഈ കേരള പോലീസുകാരല്ല ഗോവിന്ദചാമിയുടെ തടവ് ചാട്ടത്തിന്റെ ഒരു കാരണക്കാർ എന്നുള്ളത് ജനങ്ങളെ കൂടി ബോധിപ്പിക്കണം എന്നുള്ളത് പോലീസുകാർ വളരെ സങ്കടത്തോടുകൂടി പറയാണ്. കാരണം ഈ ജയിൽ വകുപ്പാണ് അതിന്റെ ഒരു പിഴവ് വരുത്തിയത്. അപ്പോൾ ജയിൽ വകുപ്പിന്റെ പിഴവ് കേൾക്കേണ്ടി വരുന്നത് പോലീസുകാരാണ്. പക്ഷെ അന്ന് ഗോവിന്ദചാമിക്ക് പിന്നാലെ ഓടി മണിക്കൂറുകൾ കൊണ്ട് കിണറ്റിൽ നിന്ന് നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. അങ്ങനെ നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണെങ്കിൽ പോലും ഈ തളാപ്പിലെ കിണറ്റിൽ നിന്ന് ആ ഒരു പൊതു കിണറ്റിൽ നിന്നും ഗോവിന്ദചാമിയെ പൊക്കിയെടുത്തത് പോലീസിന്റെ ഒരു ക്രെഡിറ്റ് തന്നെയാണ്. അതുകൊണ്ട് പോലീസിനെ ഈ ജയിൽ ചാട്ടത്തിന്റെ പേരിൽ പഴി പറയരുത് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ജയിൽ വകുപ്പ് അധികൃതർക്ക് കേൾക്കുന്ന പഴിയുടെ ഒരു ആഴം, വ്യാപ്തി കുറയ്ക്കുക എന്നൊരു ലക്ഷ്യം ജയിൽ വകുപ്പിനും ഉണ്ടായേക്കാം. ശരി, ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിയതിന്റെ നിർണായകമായ ദൃശ്യങ്ങളാണ് കേരള വിഷൻ ന്യൂസ് ഇപ്പോൾ പുറത്തുവിട്ടത്. സെൻട്രൽ ജയിലിലെ സെല്ലിൽ നിന്ന് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ കാണാം, ജയിൽ കോമ്പൗണ്ടിലൂടെ നടക്കുന്ന ദൃശ്യങ്ങൾ കാണാം. റിയാസ് KMR ആണ് ഈ വാർത്ത കേരള വിഷൻ ന്യൂസിന് വേണ്ടി പുറത്തുവിട്ടത്. അതേസമയം ഇന്ന് രാവിലെ PV അൻവർ മുൻ MLA പറഞ്ഞത് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ഒരു ഒത്തുകളിയാണ് എന്നാണ്. മതിൽ ചാട്ടത്തിന്റെ ഡെമോ ചിത്രീകരിച്ചുകൊണ്ടാണ് അൻവറിന്റെ ആരോപണം. ജയിൽ അധികൃതരുടെ അനുമതിയോടുകൂടിയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയതെന്നും നാടുവിടാൻ ഗോവിന്ദചാമി ശ്രമിച്ചില്ല എന്നും അൻവർ പറയുന്നു. ഈ 3 ഡ്രമ്മിന് അതിന്റെ മുകളിൽ അവിടുന്ന് ഒരാൾ ചാടി അതിന്റെ മുകളിലേക്ക് ആ തുണി പിടിക്കണം. എങ്ങനെയാണ് ഇത് സാധ്യമാണ്?